ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫിൻ്റെ വീക്ക്ലി സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റിൽ ഇപ്പോൾ പ്രധാനമായും നടക്കുന്ന ചർച്ച ഒന്ന് മാർക്കറ്റിൻ്റെ ഓവർ വാല്യൂഷനെ കുറിച്ചും രണ്ടാമത്തേത് മാർക്കറ്റിലെ ഗ്രീഡിനെസ്സിനെ കുറിച്ചും ഫിയറിനെ കുറിച്ചുമാണ്. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് വാല്യൂഷനേക്കാൾ കൂടുതൽ ഗ്രീഡ്നെസ്സും അതുപോലെ തന്നെ ഫിയറുമാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ലാസ്റ്റ് സബ്സ്ക്രൈബ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലാസ്റ്റ് ലിസ്റ്റഡ് ആയിട്ടുള്ള ബർഗർ കിങ്ങിൻ്റെ IPO. ബർഗർ കിങ്ങിൻ്റെ IPOയ്ക്ക് ശേഷം ഈ സ്റ്റോക്ക്, അതായത് IPO തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു ലിസ്റ്റിംഗ് ഗെയിൻ തന്നു. അതിനുശേഷം ഈ സ്റ്റോക്ക് ഏകദേശം 216% റിട്ടേൺ തന്നതിന് ശേഷവും ഈ സ്റ്റോക്കിൻ്റെ അപ്പർ എൻഡിൽ ആളുകൾ ബൈ ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഒരു ഫിയർനെസ് അല്ലെങ്കിൽ ഒരു ലോവർ സർക്യൂട്ട് ആയപ്പോൾ ആളുകൾ ഈ സ്റ്റോക്കിൽ നിന്നും ഒരു പാനിക് സെല്ലിംഗ് നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബെക്ടേഴ്സ് IPOയുടെ സബ്സ്ക്രിപ്ഷൻ റേറ്റ് നോക്കുകയാണെങ്കിൽ 198 ടൈംസ് ആണ് സബ്സ്ക്രൈബ് ആയത്. നമ്മൾക്കെല്ലാവർക്കും അറിയാം FMCG സെക്ടറിലെ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയായ ബെക്ടേഴ്സ് IPOയ്ക്ക് 198 ടൈംസ് അല്ലെങ്കിൽ 200 ടൈംസ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊണോപ്പൊളി ബിസിനസ്സോ അല്ലെങ്കിൽ അത്രയും വലിയ ഒരു സ്ട്രോങ് ഹെവി ഫണ്ടമെൻ്റലോ ഉള്ള കമ്പനിയല്ല. ആ കമ്പനിക്ക് കൂടി അർഹിക്കുന്ന വാല്യുവേഷനിൽ കൂടുതൽ, അതായത് ഓവർ ഗ്രീഡിനെസ് മൂലം ആ IPOയ്ക്കും ഇത്രയും വലിയ രീതിയിലുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നു എന്നുള്ളതർത്ഥം. ഇത് മാർക്കറ്റിലെ ഗ്രീഡിനെസ്സിനെയും അതുപോലെ തന്നെ ഫിയറിനെയുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി വാല്യുവേഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ 37%, അതായത് 37 ആണ്. അതായത് പ്രൈസ് നോക്കുകയാണെങ്കിൽ പ്രൈസ് കൂടി പോകുന്നു, ഏർണിങ്സ് വളരെ രീതിയിൽ അല്ലെങ്കിൽ ഏർണിങ്സ് കുറയുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമ്മൾക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. കറക്ഷൻ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഈ ഇടക്കാലത്തൊന്നും കറക്ഷൻ വന്നില്ല. അതുകൊണ്ട് മാർക്കറ്റിൽ എപ്പോൾ വേണമെങ്കിലും കറക്ഷൻ സംഭവിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ഫിയർ എല്ലാവരുടെയും അല്ലെങ്കിൽ എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കയ്യിലുണ്ട്. ടെക്നിക്കൽ ചാർട്ടും അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ മാർക്കറ്റിൽ ഒരു കറക്ഷനെ കുറിച്ചോ അല്ലെങ്കിൽ ക്യാൻഡിലുകളൊന്നും ഒരു ബിയറിഷ്നെസ്സിനെ കുറിച്ചോ പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ചോ ഒരു ഇൻഡിക്കേഷനും തരുന്നില്ല. മന്ത്ലി ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിലും വീക്കിലി ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിലും ക്ലിയർ കട്ട് ബൈയിങ് ആണ് തരുന്നത്. ആകെയുള്ള ഒരു എതിരഭിപ്രായം പറയുന്നത് MACD മാത്രമേ ഉള്ളൂ. MACD ക്ലിയർ കട്ടായിട്ട് ഒരു ബൈയിങ് സിഗ്നലോ അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് സിഗ്നലോ തരുന്നില്ല എന്നതാണ് അർത്ഥം. അതായത് MACD നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ലീഡിംഗ് ഇൻഡിക്കേറ്റർ കൂടിയാണ്. ഈ അവസരത്തിൽ നമ്മൾ വരുന്ന ആഴ്ച ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് വാല്യൂ ബൈയിങ് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്, അതായത് ഏതൊക്കെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമ്മളുടെ വെൽത്ത് ക്രിയേറ്റ് ആവുകയും അതുപോലെ തന്നെ മാർക്കറ്റിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് കറക്ഷൻ വരികയാണെങ്കിൽ വെൽത്ത് ഡെസ്ട്രോയ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി നോക്കുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. വരുന്ന ആഴ്ച വാല്യൂ ബൈയിങ് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണ് ITCയുടെ ലെവൽസും ടാർഗറ്റും അതുപോലെ തന്നെ അതിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചും സംസാരിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾക്ക് ഈ സ്റ്റോക്കിൻ്റെ പ്രോമിസിംഗ് ഫാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നിഫ്റ്റി 50യുടെ ക്യാൻഡിൽ പാറ്റേൺ അനാലിസിസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യിൽ ഒരു ബിയറിഷ്നെസ് കാണിക്കുന്നില്ല, അതായത് ക്യാൻഡിലുകൾ പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ചുള്ള ഒരു ഇൻഡിക്കേഷനും തരുന്നില്ല റാദർ ദാൻ MACD. പക്ഷേ നമ്മൾ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതായത് നിഫ്റ്റി 50യുടെ ഫർദർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഫർദർ അഡ്വാൻസിന് നിഫ്റ്റിയുടെ ടോപ്പ് 10 കമ്പനികളിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകണം. അങ്ങനെ നിഫ്റ്റിയുടെ ടോപ്പ് 10 കമ്പനിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവാൻ സ്കോപ്പ് ഉള്ളതും അതുപോലെ തന്നെ കാലിബർ ഉള്ളതുമായ ഒരു കമ്പനിയാണ് ITCയുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 2,63,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ് ഈ കമ്പനിക്കുള്ളത്. അതോടൊപ്പം തന്നെ ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഈ കമ്പനിയുടെ വാല്യൂഷനാണ്. അതായത് റൈറ്റ് വാല്യൂഷനിൽ ഈ സ്റ്റോക്ക് കിട്ടുന്നു അല്ലെങ്കിൽ ഈവൻ അണ്ടർ വാല്യൂഷനിൽ ഈ സ്റ്റോക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കാരണം FMCG സെക്ടറിൽ ഇത്രയും നല്ല ഒരു വാല്യൂഷനുള്ള വേറെ ഒരു സ്റ്റോക്കും ഇല്ല എന്ന് കൂടി നമ്മൾക്ക് പറയാം. ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 4.73%, അതായത് വളരെ നല്ല ഡിവിഡൻഡ് ഈൽഡ് നൽകുന്ന കമ്പനി. അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്കിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതൊരു ലോ ബീറ്റ സ്റ്റോക്കാണ്. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള രണ്ട് പ്രശ്നമാണ്, ഒന്ന് ഗ്രീഡും രണ്ടാമത്തേത് ഫിയറും. ഇത് രണ്ടിനെയും കവർ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷനോടൊപ്പം തന്നെ വെൽത്ത് പ്രിസർവിങ് കേപ്പബിലിറ്റി കൂടിയുള്ള സ്റ്റോക്കാണ്, അതായത് ലോ ബീറ്റ കാറ്റഗറിയിലുള്ള സ്റ്റോക്കാണ് ITC. ഇനി ITCയിലെ ലാസ്റ്റ് 1 മന്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ വോളിയം, അതായത് ട്രേഡിംഗ് വോളിയം കൂടുന്നു, അതോടൊപ്പം തന്നെ ഡെലിവറി വോളിയം കൂടുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. കൺസിസ്റ്റൻ്റ്ലി 35% ഡെലിവറിയാണ് ലാസ്റ്റ് ഒരു മാസം ഈ സ്റ്റോക്കിൽ സംഭവിച്ചത്. ലാസ്റ്റ് 1 വീക്കിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവിടെയും ഏകദേശം 35% ഡെലിവറി. ലാസ്റ്റ് ഡേയിൽ, അതായത് ഫ്രൈഡേയിലെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ അവിടെ 38% ഡെലിവറിയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്.
1 വീക്കിൽ ഈ സ്റ്റോക്കിൽ വളരെ വലിയ മൊമെൻറ്റം ഒന്നും വന്നില്ല, കാരണം ഫ്ലാറ്റ് റെസ്പോൺസ് ആയിരുന്നു. ഇനി 1 മന്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 16% പെർഫോമൻസ് അല്ലെങ്കിൽ 16% റിട്ടേൺ ആണ് തന്നത്. FMCG സെക്ടറിലും 16% ഗെയിനും സെൻസെക്സിൽ 6% ഗെയിനും ആണ് തന്നത്. അതായത് സെൻസെക്സിൽ 6% ഗെയിൻ ഉണ്ടാക്കുന്നതിൽ ITCയുടെ റോൾ എത്രത്തോളം ഉണ്ടെന്ന് ക്ലിയർ കട്ടായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ് മന്ത്ലി പെർഫോമൻസ് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഇനി സ്റ്റോക്കിലെ മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയാം. അതായത് ഈ സ്റ്റോക്കിൻ്റെ ക്വാർട്ടർ ടു റിസൾട്ട് അനാലിസിസ് നമ്മൾ ചെയ്തപ്പോൾ ഈ സ്റ്റോക്കിലെ പ്രധാനപ്പെട്ടൊരു ഇൻഡിക്കേഷനായിട്ട് നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഡൈവേഴ്സിഫൈഡ് ബിസിനസ് ഫോളിയോയിൽ ഉണ്ടായിരിക്കുന്ന ഓറിയൻ്റൽ ഷിഫ്റ്റ് ആണ്. അതായത് കമ്പനി ഒരു കാലത്ത് സിഗരറ്റ് സെക്ടറിലെ മെയിൻ സ്റ്റോക്കായിരുന്ന കമ്പനി ഇപ്പോൾ FMCG സെക്ടറിലേക്ക് കൂടി ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ FMCG സെക്ടറിലേക്ക് ഒരു കാര്യമായ ഷിഫ്റ്റ് നടത്തിയിരിക്കുന്നു. അത് റവന്യൂവിലും അതുപോലെ തന്നെ പ്രോഫിറ്റിലും ഇൻഡിക്കേറ്റ് ആണ്. ഇനി മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചും നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ITC. കാരണം ഇത്രയേറെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റൊരു സ്റ്റോക്ക് നമ്മൾക്ക് കാണാൻ സാധിക്കുകയില്ല. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ, അതായത് ജൂൺ ടു സെപ്റ്റംബർ ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അവരുടെ ഹോൾഡിംഗ്സ് ഇൻക്രീസ് ചെയ്തു. 9.45% നിന്നും 9.95%ത്തിലേക്കാണ് ഇൻക്രീസ് ചെയ്തത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ അവരവരുടെ ഹോൾഡിംഗ് കുറയ്ക്കുകയാണ് ചെയ്തത്. അതായത് 12.96 ആയിട്ട് കുറച്ചിട്ടുണ്ട്. 14.6%-ൽ നിന്നും 12.96 ആയിട്ട് കുറച്ചിട്ടുണ്ട്. പക്ഷേ മറ്റൊരു ഫാക്റ്റ്, നമ്പർ ഓഫ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ എണ്ണം കൂടുകയാണ് ചെയ്തത്. അതായത് 1594 നിന്നും 1598 കൂടുകയാണ് ചെയ്തത്. ഇനി നമുക്ക് സ്റ്റോക്കിൻ്റെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയാം. ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രീവിയസ്ലി വീക്ക്ലി സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യത്തിലധികം ഞാൻ ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ലെവലായിട്ട് എനിക്ക് ഓർമ്മയുള്ളത്, ഒന്ന് 170 ലെവലിലായിരുന്നു. 170 ലെവലിൽ ഈ സ്റ്റോക്കിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അന്ന് ഫസ്റ്റ് ടാർഗറ്റായിട്ട് അല്ലെങ്കിൽ അന്ന് മെയിൻ ടാർഗറ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത് 193 ആയിരുന്നു. രണ്ടാമത്തെ റെക്കമെൻഡേഷൻ ഞാൻ മെയിനായിട്ട് ചെയ്തത് 190 ലെവലിൽ തന്നെയായിരുന്നു. 190 ലെവലിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അന്നത്തെ ടാർഗറ്റായിട്ട് 205 അല്ലെങ്കിൽ 208 ആയിരുന്നു സെറ്റ് ചെയ്തത്. ഇനി ഇപ്പോഴത്തെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നോക്കാം. ഇപ്പോഴത്തെ ഈ സ്റ്റോക്കിൻ്റെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാറ്റേൺ, അതായത് ബ്രേക്ക്ഔട്ട് പ്ലസ് കൺസോൾട്ടേഷൻ പാറ്റേൺ ആണ് കാണാൻ സാധിക്കുക. അതായത് ഇപ്പോൾ ഈ സ്റ്റോക്കിലെ ഡെയിലി ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിലും ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ വന്നു കഴിഞ്ഞു, അതിനുശേഷം കൺസോൾട്ടേഷൻ ഫേസ് ആണ്. ഇനി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വീക്ക്ലി ചാർട്ട് പാറ്റേണിലേക്ക് പോകാം. വീക്ക്ലി ചാർട്ട് പാറ്റേണിൽ കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് സംസാരിക്കാം. ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് അതിൻ്റെ 100 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിൽ എത്തുമ്പോൾ, അതായത് 218 മുതൽ അല്ലെങ്കിൽ 220, വളരെ സേഫായിട്ട് നോക്കുകയാണെങ്കിൽ 220 ലെവലിൽ നമ്മൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾക്ക് 233 സെറ്റ് ചെയ്യാം. രണ്ടാമത്തെ ടാർഗറ്റായിട്ട് 241 സെറ്റ് ചെയ്യാം. അതായത് ഈസി ആയിട്ട്, അതായത് വിത്തൗട്ട് എനി റിസ്ക് 12% ഗെയിൻ തരാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ് ITC. ഇനി സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് സ്റ്റോപ്പ് ലോസ് കൂടി സെറ്റ് ചെയ്യാം. അതായത് മാർക്കറ്റ് ആൾറെഡി ഓവർ വാല്യൂഡ് കണ്ടീഷനിലാണ്. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ, അതായത് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ ഇതൊരു പറ്റിയ സമയമല്ല. കാരണം പോർട്ട്ഫോളിയോ ബിൽഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഇത് വളരെ ഹെവി ആയിട്ട് മാറുന്ന ഒരു അനുഭവമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇനി സ്വിംഗ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സ്വിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ഞാൻ ആൾറെഡി ലെവൽസ് പറഞ്ഞു കഴിഞ്ഞു, ടാർഗറ്റ് പറഞ്ഞു കഴിഞ്ഞു. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ബ്രോഡ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾക്ക് സ്റ്റോക്കിൻ്റെ 50 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ച് ആയിട്ടുള്ള 198 മുതൽ 200 സെറ്റ് ചെയ്യാം. ഇനി ആക്യുറേറ്റ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വേണമെങ്കിൽ, അതായത് ലാസ്റ്റ് ഫോം ചെയ്തിരിക്കുന്ന വീക്കിലി ക്യാൻഡിൻ്റെ ബിയറിഷ് എൻഡ് ആയിട്ടുള്ള 208 നമ്മൾക്ക് ആക്യുറേറ്റ് സ്റ്റോപ്പ് ലോസ് ആയിട്ടും സെറ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ITC. വരുന്ന ആഴ്ച വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി തരുന്ന രണ്ടാമത്തെ സ്റ്റോക്കാണ് എക്സൈഡ് ഇൻഡസ്ട്രീസ്. എക്സൈഡ് ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഒരു സ്വിംഗ് ഓപ്പർച്യൂണിറ്റീസിനോടൊപ്പം ഒരു പൊസിഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പൊസിഷണൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട്. കാരണം ടെക്നിക്കൽ അനാലിസിസിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് എക്സൈഡ് ഇൻഡസ്ട്രീസ്. അതിൻ്റെ ബേസിലാണ് ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സ്റ്റോക്കിലെ
പെർഫോമൻസ് അല്ലെങ്കിൽ വാല്യൂഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം 16,171 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. സ്റ്റോക്ക് ഇപ്പോഴും വാല്യൂവേഷനിലാണെന്ന് തന്നെ പറയാം. അതായത് ഓവർ വാല്യൂവേഷൻ കാറ്റഗറിയിലുള്ള സ്റ്റോക്കല്ല, പ്രീമിയമാണ്. ഇൻഡസ്ട്രിയുടെ വാല്യൂവേഷൻ 21ഉം സ്റ്റോക്കിൻ്റെ വാല്യൂവേഷൻ 25ഉമാണ്. ഇനി ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിവിഡൻഡ് ഈൽഡ് ഉണ്ട്. 2.16% ഡിവിഡൻഡ് ഈൽഡാണ് തരുന്നത്. കൂടാതെ ഡെലിവറി നോക്കുകയാണെങ്കിൽ ഡെലിവറി 42% ഡെലിവറിയാണ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി 1 വീക്കിലെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് റെസ്പോൺസ് ആയിരുന്നു. ഇനി 1 മന്തിലെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 11% ഗെയിനാണ് ഈ സ്റ്റോക്ക് 1 മന്തിൽ തന്നത്. നമ്മൾക്കെല്ലാവർക്കും അറിയാം എനർജി സെക്ടർ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ്, ഇതിനെക്കുറിച്ചുള്ള എല്ലാം ഫ്യൂച്ചർ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ്. അല്ലെങ്കിൽ ഇതെല്ലാം ഒരു ഫ്യൂച്ചർ സ്റ്റോക്കുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ സെക്ടറിൽ ഏറ്റവും കേപ്പബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ്, അല്ലെങ്കിൽ ബാറ്ററി സെക്ടറിലെ ഏറ്റവും കേപ്പബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ് എക്സൈഡ് ഇൻഡസ്ട്രീസ്. ഇനി എക്സൈഡ് ഇൻഡസ്ട്രീസിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് സംസാരിക്കാം. വീക്ക്ലി ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ വീക്ക്ലി ചാർട്ട് പാറ്റേൺ നോക്കിയാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാകും ഈ സ്റ്റോക്ക് അതായത് ലോ ഹൈ ഫോർമേഷനിലേക്ക് അപ് ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അതിനുശേഷം ഈ സ്റ്റോക്കിൻ്റെ 50 വീക്ക് എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജിന് ശേഷം നല്ല ബ്രേക്ക്ഔട്ട് ക്യാൻഡിലുകൾ നമ്മൾക്ക് കാണാൻ സാധിച്ചു. കൂടാതെ ഈ സ്റ്റോക്ക് എബൌട്ട് 200 വീക്ക് എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്യുന്ന ലെവലിലാണ് ഉള്ളത്. ഇനി സ്റ്റോക്കിൻ്റെ 1 ഡേ ചാർട്ട് അനാലിസിസിലേക്ക് വരാം. സ്റ്റോക്കിൻ്റെ 1 ഡേ ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ 4 സ്ട്രക്ചർ സപ്പോർട്ട് ഫോം ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്കാണിത്. കൂടാതെ ഈ സ്റ്റോക്കിലേക്കുള്ള ഒരു ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾക്ക് 50 ഡേ എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജിനെ സെറ്റ് ചെയ്യാം. അതായത് 176 ഈ സ്റ്റോക്കിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്യാം. സ്റ്റോക്കിൻ്റെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 220ഉം സെക്കൻഡ് ടാർഗറ്റായിട്ട് 240ഉം എയിം ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് എക്സൈഡ് ഇൻഡസ്ട്രീസ്. മൂന്നാമത്തെ സ്റ്റോക്ക് ഹാപ്പിയസ്റ്റ് മൈൻസ് ആണ്. ഹാപ്പിയസ്റ്റ് മൈൻസിനെ കുറിച്ച് ഒരുപാട് പേർക്ക് എതിരഭിപ്രായം ഉണ്ടാവാം. ഹാപ്പിയസ്റ്റ് മൈൻസിൻ്റെ പ്രീവിയസ് പെർഫോമൻസ് കാണിക്കുന്ന ഒരു ട്രാക്ക് റെക്കോർഡോ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ടെക്നിക്കൽ ചാർട്ടോ എൻ്റെ കയ്യിലില്ല. പകരം ഈ സ്റ്റോക്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഈ സ്റ്റോക്കിൻ്റെ ഫോർഫാദർ ആയിട്ടുള്ള അശോക് സൂത്തയെ പ്രതീക്ഷിച്ചാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, അദ്ദേഹം മൈൻഡ് ട്രീ എന്ന് പറയുന്നൊരു കമ്പനി ഫോം ചെയ്തു. ആ കമ്പനിയുടെ പെർഫോമൻസ് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സെക്കൻഡ്, അല്ലെങ്കിൽ അദ്ദേഹം ഇത്രയും 75 വയസ്സായപ്പോൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത രണ്ടാമത്തെ കമ്പനിയാണ് ഹാപ്പിയസ്റ്റ് മൈൻസ്. ഹാപ്പിയസ്റ്റ് മൈൻസിനെ കുറിച്ച് അദ്ദേഹം ഒരവസരത്തിൽ പറഞ്ഞത് അശോക് സൂത്ത ഒരു വൃദ്ധനാവാം, പക്ഷേ ഹാപ്പിയസ്റ്റ് മൈൻഡ് ഒരു യങ് ആൻഡ് എജൈൽ കമ്പനിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി കമ്പനിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾക്കെല്ലാവർക്കും അറിയാം സെപ്റ്റംബർ 7-ാം തീയതി മുതൽ സെപ്റ്റംബർ 9-ാം തീയതി വരെയായിരുന്നു ഈ കമ്പനിയുടെ IPO സ്റ്റാർട്ട് ചെയ്തത്. IPOയിൽ ഏകദേശം 160 രൂപയായിരുന്നു ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ്. ലിസ്റ്റിംഗ് നടന്നത് സെപ്റ്റംബർ 17-ാം തീയതി ആയിരുന്നു. അന്ന് ഏകദേശം 350 രൂപ ബമ്പർ റിട്ടേൺ നൽകിയ ഒരു IPO ആയിരുന്നു ഹാപ്പിയസ്റ്റ് മൈൻഡ്. അതിനുശേഷം സ്റ്റോക്കിൻ്റെ പ്രൈസ് ഏകദേശം 390-340 രൂപ വരെ പോയി. അതായത് വളരെയധികം ഹോപ്പ് അല്ലെങ്കിൽ വളരെയധികം ലിസ്റ്റിംഗ് ഗെയിനും അതിനുശേഷം ഒരു ഇൻസ്റ്റൻറ്റ് റിട്ടേണും തന്ന ഒരു സ്റ്റോക്കായിരുന്നു ഹാപ്പിയസ്റ്റ് മൈൻഡ്. അതിനുശേഷം നവംബർ മുതൽ നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണ് ഈ സ്റ്റോക്കിൽ കാണുന്നത്. അതായത് 350 രൂപ റെസിസ്റ്റൻസും 310 രൂപ സപ്പോർട്ടും. ഈ സ്റ്റോക്ക് 310 രൂപ എന്ന റേഞ്ചിൽ 3 പ്രാവശ്യം സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ബ്രേക്ക്ഔട്ട് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഈ സ്റ്റോക്കിലെ സേഫ് സൈഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയ 350 മുകളിൽ ക്ലോസിംഗ് ബേസിൽ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് നമ്മൾക്കൊരു 380 രൂപ അല്ലെങ്കിൽ 390 രൂപ വരെ റിട്ടേൺ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ഹാപ്പിയസ്റ്റ് മൈൻഡ്. ഇനി ഹാപ്പിയസ്റ്റ് മൈൻഡ് റെക്കമെൻഡ് ചെയ്യുന്നതിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം IT സെക്ടറിലെ ഒരുവിധം എല്ലാ സ്റ്റോക്കുകളും റണ്ണപ്പ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഒരു വാല്യുവേഷൻ നൽകുന്ന ഒരു ബെസ്റ്റ് പെർഫോമിംഗ് അല്ലെങ്കിൽ ബെസ്റ്റ് ബിസിനസ് മോഡൽ ഉള്ള അതുപോലെ തന്നെ റിലയബിൾ ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ഉള്ള ഒരു കമ്പനിയായിട്ട് എനിക്ക് തോന്നുന്നത് ഹാപ്പിയസ്റ്റ് മൈൻഡാണ്.